ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Volkswagen Vento. നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. നമ്മൾ മുമ്പത്തെ ഹോണ്ട സിറ്റിയുടെ സ്റ്റിയറിംഗ് റാക്കിൻ്റെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വന്നതാണ്. തലശ്ശേരിയിൽ നിന്ന് വന്ന ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് റാക്കിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളത് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുന്നതും സ്റ്റിയറിംഗ് റാക്ക് അഴിച്ച് സ്റ്റിയറിംഗ് അസംബ്ലി മാറാതെ സ്റ്റിയറിംഗ് റാക്കിൻ്റെ ബുഷ് ചേഞ്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴിയും കമൻറ്റ് ചെയ്ത് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ സ്റ്റിയറിംഗ് ആദ്യം ലോക്ക് ചെയ്ത് വെക്കണം. പുറത്ത് വീല് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോൾ ഏകദേശം സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആയിരിക്കുമല്ലോ. സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് കാരണം എയർ ബാഗുള്ള വണ്ടിയാണ് കേട്ടോ. എയർ ബാഗുള്ള വണ്ടി കാരണം സ്റ്റിയറിംഗ് നമ്മളവിടെ താഴെ റാക്കിൻ്റെ അവിടെ നിന്ന് പിനിയൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മൊത്തമായിട്ട് റൗണ്ടായിട്ട് കറങ്ങും. അപ്പോൾ എയർ ബാഗിൻ്റെ ഉള്ളിലെ ക്ലോക്ക് സ്പ്രിങ് സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാം. സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് വെച്ച ശേഷമാണ് നമ്മൾ പിനിയൻ അഴിക്കുന്നത്. മുമ്പത്തെ ഇതിൽ കാണിച്ച പോലെ തന്നെ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളുക. ശേഷം ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് ശേഷം സീറ്റ് ഒന്ന് കുറച്ച് പുറകിലേക്ക് തള്ളുക. അപ്പോൾ സ്റ്റിയറിംഗ് സ്ട്രൈറ്റായി നിൽക്കും. സ്ട്രൈറ്റായി കറക്റ്റ് പൊസിഷനിൽ നിൽക്കും. ശേഷം നമ്മൾ അടിയിലത്തെ പിനിയൻ ഇവിടെ കാണിച്ചാൽ ശേഷം നമ്മൾ അടിയിലത്തെ പിനിയൻ അഴിച്ചു വിടുക. സ്റ്റിയറിങ്ങിൻ്റെ പിനിയൻ അഴിക്കുക, താഴെ നിന്ന് പിനിയൻ അഴിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് വണ്ടിയുടെ പുറത്ത് റാക്ക് അഴിച്ചെടുക്കുക. റാക്കിൻ്റെ പ്ലേ ഉണ്ടാവും, ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നല്ല പ്ലേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റാക്ക് പുഷ് ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റാക്ക് പുഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് രണ്ട് സൈഡും അഴിച്ച് അതുപോലെ ഈ പിനിയനും അഴിച്ചതിന് ശേഷം ഇതിൻ്റെ അഡ്ജസ്റ്റ് പ്ലഞ്ചർ അഴിച്ചിട്ട് ഇവിടുത്തെ പ്ലഞ്ചറും ഈ പിനിയനും രണ്ട് ബോൾ ജോയിൻ്റ് അഴിച്ചതിന് ശേഷം നമുക്ക് ലേത്തി കൊടുക്കാം. വണ്ടി ലേത്തി കൊടുത്തിട്ട് അതിൻ്റെ റാക്ക് നൈലോണിൻ്റെ ബുഷാണ് അടിക്കുന്നത്. റാക്ക് നൈലോണിൻ്റെ ബുഷാണ് അടിക്കുന്നത്. ആ സൈഡിൽ ഈ സൈഡിൻ്റെ ആവശ്യമില്ല, ഈ സൈഡ് മാത്രം. അപ്പോൾ നമുക്കിത് ബാക്കി അഴിച്ചിട്ട് നമ്മളിത് പിനിയൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിനിയൻ്റെ ബെയറിങ് ചെക്ക് ചെയ്യണം. ഈ പിനിയൻ്റെ ബെയറിങ് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ഈ പിനിയൻ ബെയറിങ് മാറ്റണം. അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും നമ്മൾ റാക്ക് ചെയ്ത് കഴിഞ്ഞാലും സൗണ്ട് പോകില്ല. ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാവും. സ്റ്റിയറിംഗ് ഇങ്ങനെ ടക്ക് ടക്ക് സൈഡിൽ തിരിക്കുമ്പോൾ ടക്ക് 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 സൗണ്ട് വരും. അപ്പോൾ ഈ ബെയറിങ്ങിന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെയറിങ് കൂടി മാറ്റാം. ഓക്കെ, അതുപോലെ നമ്മൾ റാക്ക് ഫുള്ളായിട്ട് അഴിച്ചെടുത്തു. റാക്കിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ട്യൂബിൽ നിന്ന് റാക്ക് അഴിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബുഷ് വരും. ഒരു ബ്ലാക്ക് കളറിലാണുള്ളത്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ബുഷ് നമ്മൾ പുതിയ നൈലോണിൻ്റെ ബുഷ് കയറി നമ്മൾ നെറ്റ് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ട്യൂബിൻ്റെ അകത്ത് റാക്ക് ബുഷ് സെറ്റ് ചെയ്ത് നമ്മൾ ലേറ്റ് കൊടുത്ത് റാക്ക് ബുഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈലോൺ ബുഷാണ് ഇരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആദ്യം ഒരു വൈറ്റ് കളറാണ് ഇപ്പോൾ ചെയ്തത്. നേരത്തെ ആദ്യം ഒരു ബ്ലാക്ക് ബുഷ് ഉണ്ടായിരുന്നു, കമ്പനി വരുന്ന ബുഷ്. ഇപ്പോൾ ഒരു വൈറ്റ് ബുഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം റാക്കിൻ്റെ ട്യൂബ് മൊത്തം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി റാക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റാക്ക് ബുഷ് എല്ലാം സെറ്റ് ചെയ്ത് റാക്ക് ട്യൂബ് വൈസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാക്കിൽ ഫുള്ളായി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ കയറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി റാക്ക് ട്യൂബിലേക്ക് കയറ്റി കൊടുക്കാം. നമ്മൾ റാഷ് ബുഷ് സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ അത് ബുഷിൻ്റെ ടൈറ്റ് ഉണ്ടോ നോക്കണം. ഫ്രീ ആയിട്ട്
കുറച്ച് ഫ്രീ ആയിരിക്കണം. നല്ല ടൈറ്റ് ആണെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ടൈറ്റ് വരും. അപ്പോൾ ഇത് കുറച്ച് ഫ്രീ ആയിരിക്കണം ആദ്യം തന്നെ. ഈ പിനിയൻ ഇടുന്നതിന് മുമ്പ് പറഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിരിക്കണം, ഓവർ ഫ്രീ ആവില്ല, ചെറിയൊരു ഫ്രീ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പിനിയൻ്റെ നേരത്തെ ബെയറിങ് നേരത്തെ ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയൊരു ബെയറിങ് ഇട്ടിട്ടുണ്ടാവും, പുതിയ ബെയറിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെയറിങ് മാറ്റിയില്ലെങ്കിൽ വീണ്ടും സ്റ്റിയറിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്ന സമയത്ത് ടക്ക് 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 സൗണ്ട് വരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റാക്ക് ട്യൂബിൽ സെറ്റ് ചെയ്തു ശേഷം രണ്ട് ബോൾ ജോയിൻറ്റ് ടൈറ്റാക്കി, അതുപോലെ റാക്കിൻ്റെ ഈ പിനിയൻ്റെ നെട്ടൊക്കെ ടൈറ്റാക്കി ശേഷം പ്ലഞ്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് റാക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈറ്റ് നോക്കണം ആദ്യം. ഇപ്പോൾ നല്ല ഫ്രീ ആണ്, ഇങ്ങനെ ടൈറ്റ് ആദ്യം നോക്കുക. ആ സമയത്ത് നമ്മൾ റാക്കിൻ്റെ പ്ലേ രണ്ട് സൈഡും റാക്കിൻ്റെ പ്ലേ നോക്കണം. ഉണ്ടാവും ഇപ്പോൾ പ്ലേ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്ലഞ്ചർ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലഞ്ചർ ഇത് വേറെ പ്ലഞ്ചർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ രണ്ട് സൈഡ് സെൻറ്ററിലാക്കി പിടിക്കാം. സെൻറ്ററിലാക്കി പിടിച്ചതിന് രണ്ട് സൈഡിലേക്കും ടൈറ്റ് നോക്കാം. രണ്ട് സൈഡിലേക്കും ടൈറ്റ് കുറച്ച് കൂടുതലുണ്ട്. ആ സമയത്ത് തന്നെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിച്ച് നോക്കാം, ടൈറ്റ് ഉണ്ടോ നോക്കണം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്, രണ്ട് സൈഡും ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ട് മതി. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് ഇത് കഴിഞ്ഞ് സ്റ്റിയറിങ് റാക്ക് കയറ്റി ബുഷ് എല്ലാം കയറ്റി ബോൾ ജോയിൻറ്റ് അതുപോലെ ടയറൊക്കെ വെച്ച് ടയർ സ്ട്രൈറ്റ് വെച്ചിട്ടുണ്ട്. ടയർ സ്ട്രൈറ്റ് വെച്ച് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് അതിന് ശേഷം നമ്മൾ പിനിയൻ ഇടാൻ പോവാണ്. പിനിയൻ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ പിനിയനിലും സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുന്ന ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ഫ്ലെക്സിബിളൊക്കെ ആണ്. അപ്പോൾ ഇതിടാൻ പോവാണ്. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അയക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സീറ്റ് ബെൽറ്റ് വെച്ച് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട്, കറങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഇത് അഴിക്കാതെ തന്നെ സീറ്റ് ബെൽറ്റ് അഴിക്കാതെ തന്നെ ഈ ഷാഫ്റ്റ് സ്റ്റിയറിംഗ് പിനിയനിലും കോളത്തിലായിട്ട് കറക്റ്റ് ഫിക്സ് ചെയ്യണം. ഇല്ലേ, അപ്പോൾ നമ്മൾ ഇത് സ്റ്റിയറിംഗ് റാക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് പിനിയനൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് പഠിച്ച് നോക്കാൻ പോകും. വണ്ടി പുറത്ത് റഫ് റോഡിൽ ഓടിക്കാണ്ട് അതുപോലെ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആണെന്നും കൂടി നോക്കാണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു, വണ്ടി ടെസ്റ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യു ടേണൊക്കെ അടിച്ച് യു ടേണൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. യു ടേൺ സമയത്ത് സ്റ്റിയറിംഗ് ഒക്കെ റിട്ടേൺ വരുന്നുണ്ട്. നമ്മൾ ടൈറ്റ് ചെയ്താൽ കറക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ റിട്ടേൺ വരില്ല, ടൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതുപോലെ റിട്ടേൺ വരില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ അവിടെ ചെയ്യുന്ന സമയത്ത് പിന്നെയും ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നത്, സ്റ്റിയറിങ് റിട്ടേൺ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ വണ്ടി സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.